നമുക്ക് ആർക്കെങ്കിലും ഇന്ന് വാദമുണ്ടോ? സൂര്യൻ ഇന്ന മതവിഭാഗക്കാരൻ്റെതാണ്, ചന്ദ്രൻ ഇന്ന മതവിഭാഗക്കാരനാണ്. നമുക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല. ഈ ഭൂമി ഒന്നാണെങ്കിൽ, സൂര്യൻ ഒന്നാണെങ്കിൽ, ചന്ദ്രൻ ഒന്നാണെങ്കിൽ, അതിനെ സൃഷ്ടിച്ച ഒരു പരാശക്തി ഉണ്ടെങ്കിൽ അവൻ നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരം നമുക്ക് കേട്ടൂടെ? ഒന്നുകൂടെ ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്രുതി സ്മൃതി എന്ന് പറഞ്ഞല്ലോ. എന്താണ് ശ്രുതി? ശ്രവിക്കപ്പെട്ടത് എവിടുന്ന്? ഈശ്വരനിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ശ്രവിക്കപ്പെട്ടതിന് ശ്രുതി. അതിൽ മനുഷ്യന്റെ വചനമില്ല, ദൈവത്തിന്റെ മാത്രം വചനമാണ്. എന്താണ് സ്മൃതി? ആചാര്യന്മാരുടെ ഓർമ്മകളിൽ നിന്ന് അവരെടുത്ത് നമുക്ക് നുകർന്നു തന്ന വചനാമൃതങ്ങളുടെ ആകത്തുക. من كان يؤمن بالله واليوم الآخر فليكرم ضيفه من كان يؤمن بالله واليوم الآخر فليكرم جاره. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അതിഥികളെ ആദരിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. അതിഥിയായി വരുന്നവരെ ആദരിക്കുവാൻ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. മനുസ്മൃതിയിലും പറഞ്ഞു അതിഥിയെ ദൈവതുല്യം സ്നേഹിച്ചാദരിക്കാൻ. മനുസ്മൃതിയിലും പറഞ്ഞു. വേറെ ഒരു ഭാഗത്ത് പറഞ്ഞു ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ അയൽവാസികളെ ആദരിച്ചുകൊള്ളട്ടെ. അവന്റെ ജാതി, അവന്റെ മതം, അവന്റെ ഗോത്രം, അവന്റെ വർഗം, അവന്റെ ഭാഷ, അവന്റെ ശരീരത്തിന്റെ നിറങ്ങൾ, ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച മാനവികതയുടെ ഉന്നതമായ സന്ദേശത്തെ മാനവ സമൂഹത്തിന്റെ ചിന്താമണ്ഡലങ്ങളിൽ അരയാലില പോലെ അവരെ സ്പന്ദനം ചെയ്യിപ്പിച്ച പടച്ചതമ്പുരാന്റെ മതം, ആ മതത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.